കടുവകളുടെ ടെറിട്ടറി മാർക്സ് ആണ് കേട്ടോ. ഇത് ഇച്ചിരി ഓൾഡാണ്. സാധനം കാണിച്ചു തരാം. ഇതാണ് ഈ ട്രൈബൽസ് നമ്മുടെ കാട്ടിൽ നിന്ന് ശേഖരിച്ച ഇഞ്ച. അവർ ട്രൈബൽസ് ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് മാത്രമേ അനുവാദമുള്ളൂ ഇതൊക്കെ ശേഖരിക്കാൻ. ഹേ ഗായ്സ്, നമുക്കിന്ന് ചിമ്മിനി കാടിനകത്തേക്ക് ഒരു ട്രക്കിങ്ങിന് പോവാം. 3 പേർക്ക് 600 രൂപയാണ് കേട്ടോ. എക്സ്ട്രാ വരുന്ന ഓരോരുത്തർക്കും 200 രൂപ എക്സ്ട്രാ. അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഗൈഡായിട്ട് അനില ചേച്ചിയുണ്ട് കേട്ടോ. ട്രക്കിങ്ങിനുടനീളം നമ്മുടെ ഗൈഡ് ഓരോരോ മരങ്ങളും ചെടികളും ഒക്കെ കാണിച്ചു തന്ന് അതിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് ഈ ട്രക്കിംഗ് കൊണ്ടുപോകുന്നത്. അപ്പൊ വഴി നീളെ ഞാൻ കിതയ്ക്കുന്ന ഒരു സൗണ്ട് ഇതിന്റെ ഉള്ളിലൂടെ മുഴുവൻ കേൾക്കാട്ടോ. അപ്പൊ അത്രയ്ക്കും ഒരു ടയർഡ്നെസ് ആദ്യം തോന്നി, പിന്നെ ഫീൽ ചെയ്തില്ല കേട്ടോ. വേനൽക്കാലമായതുകൊണ്ട് കുപ്പിവെള്ളം മസ്റ്റാണ് കേട്ടാ. കൊണ്ടുപോയി കുപ്പി തിരിച്ചു കൊണ്ടുവരണം. ഇത് ഇരുമുള്ളിന്റെ കിളികൾ തിന്നതിന് ശേഷമുള്ള കായയുടെ അവശിഷ്ടമാണ്. ഇവിടെ ഒരു മരത്തുമ്പോ ഇങ്ങനെ ഇത് കണ്ട, അത് മാന് കൊമ്പിട്ട് ഉരച്ചതാന്ന് തോന്നുന്നു കേട്ടാ. ഒരു ചാൻസ് ആണ് ചെയ്തതാണ്. ഇത്രയും ഭാഗം ഇങ്ങനെ നമ്മൾ അവിടെ വരില്ലേ, പിന്നെ അവിടെ നിന്ന് ഈ കാട് തുടങ്ങുന്നത്. നമ്മൾ കയറി വന്ന് ഇവിടെ വരാം. കാടിനകത്തൂടെ ഏകദേശം ഒരു 5 കിലോമീറ്റർ ആണ് കേട്ടോ നമുക്ക് നടക്കാനുള്ളത്. ആ വഴി നീളെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ദിസ് ഈസ് ദ കാട്ടുകുരുമുളകിന്റെ ചെടിയാണ് കേട്ടോ. കുരുമുളക് താഴെ ചിലപ്പോൾ കാണാൻ പറ്റും. നമുക്ക് ചിമ്മിനി ഫോറസ്റ്റ് കണക്റ്റഡ് ആണ്. പീച്ചി, വാഴാനി, മംഗല ഡാം, നെല്ലിയാമ്പതി, പറമ്പിക്കുളം, അതിരപ്പള്ളി കണക്റ്റഡ് ആണ് മലകൾ. അങ്ങനെ ഇത് നമ്മുടെ ചുമക്കൊക്കെ ഉപയോഗിക്കുന്ന തിപ്പല്ലി എന്ന് പറയണ മണുണ്ട് ചെടിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പുല്ലാനി വള്ളി. അതായത് കാണ്ടുള്ളിക്കൊക്കെ കയറിയ വെള്ളം വേണമെങ്കിൽ ഇത് വെട്ടി കുടിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല, റിയാലിറ്റി. ട്രക്കിങ്ങിന് അനുസൃതമായിട്ടുള്ള ഷൂ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമുക്ക് കുന്നുകളും ചെരുവുകളും ഉള്ള കാരണം ഇടയ്ക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ദിസ് ഈസ് ദ കാട്ടുപൂ. അയ്യോ, ഗംഭീരമായ കാട്. പാറ നല്ലതാ കേട്ടോ. മുത്തിൽ എന്ന് പറഞ്ഞ ചെടി നമ്മുടെ കാൽമുട്ട് വേദനയ്ക്കൊക്കെ ഇത് അരച്ച് കഴിക്കുന്നത് നല്ലതാണ്. നോക്കി ആപ്പാ, അവൾ ശ്രദ്ധിച്ചാൽ മതി. ഹാൻഡിൽ വിത്ത് കെയർ. വന്നത് വെച്ചിട്ട് ഇത്തിരി ഡാർക്ക് ഫോറസ്റ്റ് ആണ് ഇവിടെ കരടി കാണുന്ന സ്ഥലം എന്നാട്ടോ പറഞ്ഞേ. എൻ്റെ അമ്മോ, അതെ, നിങ്ങൾക്കൊരു സൂപ്പർ കാഴ്ച തരാം. കാട്ടിലെ സുന്ദരി ക്ലിയോപാട്ര ഇതാ നിൽക്കണോട്ടോ. അത് ഈ കാണുന്നതാണ്. എന്തുകൊണ്ടാന്ന് പറയാം അങ്ങനെ പറയണത്? ഇത് വെൺതേക്കാണ് കേട്ടോ. ശിഖിരങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല സുന്ദരിയാണ് കാണാൻ. എൻ്റെ പൊന്നു, എന്തൊരു വലുതല്ലേ. ഇതിനകത്തൂടെ വെള്ളം കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കുമല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കിട്ടുന്നു. പുല്ലാനി വള്ളി. ഇതെന്ത് കായെന്നറിയോ? ഇതാണ് കാഞ്ഞിരത്തിന്റെ കായ, വിഷക്കായാണ് കേട്ടോ. ഇതാ നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ഇവിടുത്തെ 3rd ഒരു ഫോറസ്റ്റിലേക്കാണ്. എവർഗ്രീൻ ഫോറസ്റ്റ്, നല്ല ഡീപ്പ് ഡാർക്ക് കളറാണ് കേട്ടോ. മഴക്കാലത്ത് വന്നാൽ ഇവിടെയൊക്കെ നല്ല അട്ടയുണ്ടാവും. ഇത് ശ്രദ്ധിച്ചാൽ ഇതൊരു ടൈപ്പ് ഓഫ് മരക്കൂണാണ് കേട്ടോ. അത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം, നാശാവില്ല. ഡെക്കറേഷനൊക്കെ എടുക്കാൻ പറ്റാവുന്നതാണ്. സുഭാഷേ, ഇതാണ് കേട്ടോ മൂട്ടിപ്പഴം. ഇത് പൂത്ത് തുടങ്ങിയിട്ടല്ലോ. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് നിറച്ച് കായകളോ. ഈ ട്രക്കിങ്ങിലെ ഏറ്റവും അഡ്വഞ്ചർ ആൻഡ് നൈസ് ആയിട്ടുള്ള കാര്യമാണ്. നൈസിലെ പാടാ. ഇതാണ് കേട്ടാ കാട്ടിലെ ചുരുളി മരം. ഇതാണ് തെള്ളി എന്ന് പറയുന്ന മരട്ട. നമ്മുടെ കുന്തിരിക്കൊക്കെ പോലെ പശയാണിത്.
കണ്ടോ അത്തി പോലത്തെ പഴമാണോ ഇതും ഉണ്ടാവണ ഒരു ഇങ്ങനെ ഉരുളനെ റെഡ് കളർ അല്ലേ? കണ്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അപ്പ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിഡ്യൂസ് ഫോറസ്റ്റിലേക്ക് കടന്നു കേട്ടോ. ആർദ്ര ഇലപൊഴിയങ്കാടാണിത്. വ്യത്യാസം മനസ്സിലാവും. ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഇതിനുള്ളിൽ ഇങ്ങനെ കെട്ട് 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 തട്ട് 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 പോലെ കെട്ടിയിരിക്കണേ. വെള്ളം വരും. പാറയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോണത് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് ഒരു പൊത്തുകൾ കാണാട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിറയെ വെള്ളം ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആണ് കാണാൻ പോണത്. വാ, ഒരു സ്മെല്ലുണ്ടാ? കരടിയുടെ മണാണോ? കരടി മണം ഉണ്ടോ ഇവിടെ? ഇതല്ലേ കാർബൺ സിനിമ ഷൂട്ട് ചെയ്തത് മമത? എവിടെ? അതാണോ? അയ്യോ, അപ്പൊ ഞാൻ ഇതാണ് കേട്ടോ നമ്മുടെ കാർബൺ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വെള്ളച്ചാട്ടമൊക്കെ. ഇപ്പൊ വെള്ളം ഇല്ല, കുറച്ച് വെള്ളമുണ്ട്. സൂപ്പർ സ്ഥലമാണ്. മഴ വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് എന്തോ കൊണ്ടുവരുന്ന, പക്ഷെ നല്ല സുഖ രസ. ഇതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാടാ. ഭയങ്കര ഇൻകം. അങ്ങനെ കാടും താണ്ടി കുന്നും ചെരുവുകളൊക്കെ താണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ചിമ്മനി ഡാമിൻ്റെ വ്യൂവിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ കുറച്ചധികം വെയിലുണ്ടായിരുന്നു. അതുവരെ സുഖമായിട്ട് കാടിനുള്ളിലൂടെ തണലിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നടന്നിട്ട് അവിടേക്ക് എത്തിയപ്പോൾ നല്ല വെയിൽ തോന്നിച്ചു കേട്ടോ. വേനൽക്കാലം ആയതിനാൽ വെള്ളം വളരെയധികം കുറവായിരുന്നു. നമ്മുടെ ഡാമൊക്കെ വറ്റി വറ്റി പോയിട്ടുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതിലേക്ക് വെള്ളം കുടിക്കാൻ ധാരാളം മൃഗങ്ങൾ എത്തും കേട്ടോ. അവസാനം നമ്മുടെ അനില ചേച്ചി ഗൈഡിനൊപ്പം നമ്മുടെ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ പോയി നോക്കണം. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.